ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്ലാസ് കട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. A to Z കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഗ്ലാസ് കട്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ വീട്ടിൽ തന്നെ ഗ്ലാസ് കട്ട് ചെയ്യുന്നത് നല്ല അക്യൂറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഗ്ലാസ് കട്ട് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ എല്ലാവരും ഗ്ലാസ് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുട്ടികളാരും അനുകരിക്കാതിരിക്കുക. ഗ്ലാസ് കട്ട് ചെയ്യാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതേപോലെ ഒരു ഗ്ലാസ് കട്ടറാണ്. ഇത് നമുക്ക് തൊട്ടടുത്തുള്ള ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടും. അതേപോലെ ഒരു CD മാർക്കർ വേണം നമ്മുടെ ഗ്ലാസ്സിൽ അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു സ്കെയിൽ ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ചെറിയ ഗ്ലാസ് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു 30 മീറ്ററിൻ്റെ സ്കെയിൽ എടുത്തിട്ടില്ല, 30 സെൻറ്റിമീറ്റർ. നിങ്ങളെ ഗ്ലാസിൻ്റെ അളവനുസരിച്ചിട്ട് വലിയ ടാപ്പോ എന്തെങ്കിലും എടുക്കാം. അതേപോലെ പിന്നെ ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്ന ഒരു വടി ആവശ്യമുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ചെറിയ തുണി കഷ്ണം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ സ്റ്റോർ കിട്ടുന്ന ചുമ്മണി ഒന്ന് ആക്കി കൊടുക്കുക, അതിൽ ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക. അതുപോലെ ഗ്ലാസ് കട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഗ്ലാസ് കട്ട് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടേബിൾ. അത് കറക്റ്റ് പരന്ന ടേബിൾ തന്നെ എടുക്കുക. നടു കുഴിഞ്ഞിട്ടുള്ളതൊന്നും എടുക്കാണ്ടിരിക്കുക. ഗ്ലാസ് അതിൽ വെച്ചാൽ ആ ടേബിളും ഗ്ലാസ്സും ഒരേ ലെവലിൽ തന്നെ ഉണ്ടാവണം. നടു കുഴിഞ്ഞിട്ട് ഗ്യാപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ഗ്ലാസ്സിൽ അളവ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ അളവ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനൊക്കെയായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ സെൻറ്ററിൽ മാത്രം മാർക്ക് ചെയ്യാതെ ഗ്ലാസിൻ്റെ എഡ്ജിൽ നമുക്ക് ആ ഒരു അളവ് എത്രയാണോ വേണ്ടത് അത് ആ എഡ്ജിൽ കൂടി മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സിമ്പിളായിരിക്കും. അപ്പം ഗ്ലാസ് കട്ട് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഒന്നും വരില്ല. അത് സിമ്പിളായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അതേപോലെ എഡ്ജിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഗ്ലാസ് കട്ട് ചെയ്യുമ്പോൾ ഓവർ വേസ്റ്റ് വരാത്ത രീതിയിൽ അളവൊക്കെ കറക്റ്റ് അളന്നിട്ട് നമുക്ക് ലാഭം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക. ഓവർ വേസ്റ്റ് ആക്കാണ്ടിരിക്കുക. അപ്പോൾ അളവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു വടി, നീളത്തിലുള്ള ഒരു വടി എടുത്തിട്ട് നമ്മൾ ആ ഒരു ഡോട്ട് ഇട്ട ഒരു ഭാഗത്തിൻ്റെ കുറച്ചൊന്ന് വിട്ട് വെക്കുക. എന്നിട്ട് ആ ചുമ്മണി മുക്കിയ ഒരു തുണി ഉപയോഗിച്ചിട്ട് ആ ഒരു ഡോട്ട് ഇട്ട ഭാഗത്ത് ഒന്ന് വലിച്ചു കൊടുക്കുക. ആ ഭാഗം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗ്ലാസ് കട്ടർ എടുത്തിട്ട് കറക്റ്റ് എല്ലാ ഡോട്ടൊന്നും ആ ഒരു വെച്ച ഒരു പലകയിലേക്ക് അളവ് കറക്റ്റ് സെറ്റാക്കുക. ആ ഒരു ഗ്ലാസ് കട്ടറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു ഡോട്ട് ഉണ്ടാവും. അത് നമ്മൾ ആ ഒരു ഗ്ലാസ്സിൽ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതേപോലെ എല്ലാ ഡോട്ടും ഒന്ന് സെറ്റാക്കി കൊടുക്കുക. നമ്മൾ വെച്ച ഒരു പലകയിൽ നിന്ന് കൈയ്യെടുക്കാതെ നമ്മൾ ആ ഒരു ഗ്ലാസ് കട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ ഡോട്ടിനും അളവ് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു ഗ്ലാസ് കട്ടറിൻ്റെ ആ സെൻറ്ററിലുള്ള ഡോട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഡോട്ടിനും കറക്റ്റ് സെറ്റാക്കി കൊടുക്കുക. അതുപോലെ ആ ഒരു പലക അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് അനക്കണം എന്ന ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ഗ്ലാസ് കട്ടർ ഉപയോഗിച്ചിട്ടൊന്ന് ഇതേപോലെ തട്ടി കൊടുത്താൽ മാത്രം മതി. കൈനെ കൊണ്ട് ആ ഒരു പലക അനക്കിയാൽ കംപ്ലീറ്റ് അളവ് സെറ്റാക്കിയതൊക്കെ കുളവും. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഒരു അളവൊക്കെ സെറ്റായാൽ ആ ഒരു ഗ്ലാസ് കട്ടർ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അതേപോലെ അമർത്തി പിടിച്ചിട്ടൊന്ന് വലിക്കുക. ഓവർ പ്രഷർ കൊടുത്തിട്ട് ഗ്ലാസ് പൊട്ടിക്കാതിരിക്കുക. ആ ജസ്റ്റ് ഒന്നൊരു ലൈം വീകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു തുണി ഉപയോഗിച്ചിട്ട് ആ ഒരു ഗ്ലാസിൻ്റെ പൊടി ആടുന്നൊന്ന് കളയാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഗ്ലാസിൻ്റെ തിക്നെസ് 3 mm ആണ്. അതേപോലെ 4, 5 ഒക്കെ ഈ ഒരു ഗ്ലാസ് കട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. അത് വലിയ സീനൊന്നുമല്ല. എല്ലാം ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഗ്ലാസ് കട്ടർ ഉപയോഗിച്ചിട്ട് ആ ഒരു ലൈൻ ഇട്ടതിന് ശേഷം ചെയ്യാനുള്ളത് ഗ്ലാസ് കട്ടറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആ ഒരു ബോൾ പോലെയുള്ള ഒരു ഭാഗം ഉണ്ടാവും. അതിനെക്കൊണ്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു ലൈൻ ഇട്ടതിൻ്റെ നേരെ അടിഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ഓവർ പ്രഷറിൽ തട്ടാതിരിക്കുക. ചെറിയ രീതിയിൽ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു ക്രാക്ക് പോകാനുണ്ട്. ആ ഒരു ലൈൻ ഇട്ടതിന് നേരെ ഒരു ചെറിയൊരു ക്രാക്ക് പോകും. ഓവർ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം സൈഡിലോട്ടൊക്കെ ക്രാക്ക് പോയാൽ പിന്നെ ആ ഒരു ഗ്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്യുമ്പോൾ കുളമായി പോകുന്നതായിട്ടും. അപ്പോൾ മെല്ലെ മെല്ലെ തട്ടിയിട്ട് ആ ഒരു ക്രാക്ക് കറക്റ്റ് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ കാണാൻ പറ്റും അവിടെ ഒരു ക്രാക്ക് വീണിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്രാക്ക് വീണതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പലക എടുത്തിട്ട് ആ ഒരു ഗ്ലാസിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ക്രാക്ക് വീണത് ആ ഒരു പലകയുടെ എഡ്ജിന് കറക്റ്റ് എഡ്ജിന് നേരെ വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിലൊക്കെ അതിനെ കൊണ്ട് ഒന്ന് അമർത്തി പിടിക്കുക. മറ്റേ സൈഡ് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ അമർത്തുക. അപ്പോൾ ഒന്ന് പൊട്ടിയിട്ട് തൈലേക്ക് പോകുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിയുമെങ്കിൽ നമുക്ക് ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്യാം. ചിലപ്പോൾ ഗ്ലാസ്സാണ് അങ്ങനെ പൊട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല. അതേപോലെ നമ്മൾ
സ്പെക്സ് ഉപയോഗിക്കുന്നതും നല്ലൊരു കാര്യമായിരിക്കും. കണ്ണിലേക്കൊക്കെ തെറിച്ചാൽ ഡേഞ്ചറാണ്, കണ്ണന്നെ പോയി പോകും ചിലപ്പോൾ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ അക്വേറിയത്തിന് ഗ്ലാസ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന വേറൊരു രീതിയാണ്, എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ആ ഒരു കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അളവ്, ആ അളവിൽ ഒരു 2-3 ഗ്ലാസ് കട്ട് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ ഒരു അളവ് നമ്മുടെ സ്കെയിലിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പെട്ടെന്ന് അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് തെറ്റിപ്പോകുന്ന ആ ഒരു പേടി നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യമായിട്ട് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം എന്തായാലും വലിയൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് അളവ് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഒരു നേരിയ പീസ് അധികം വന്നാൽ നമുക്ക് അതിന് ശേഷം വീണ്ടും ആ ഒരു നേരിയ പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കൽ കുറച്ചൊരു ചൊറ പിടിച്ച കാര്യമാണ്. കട്ട് ചെയ്ത് മാറ്റാൻ കുറച്ച് പണി തന്നെയാണ്. നല്ല രീതിയിൽ നേരിയ പീസാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ഗ്ലാസ് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് അക്വേറിയത്തിൻ്റെ മൊത്തത്തിലുള്ള അളവ് മാറ്റേണ്ടി വരും. ഇല്ലാതെ അക്വേറിയം ഉണ്ടാക്കിയാൽ ആ ഒരു ഷേപ്പ് നല്ല ബോറുമായിരിക്കും. അതുപോലെ ആ ഒരു ഗ്ലാസ് കട്ടർ ഉപയോഗിച്ചിട്ട് ആ ഒരു അടയാളം മാർക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ആ ഒരു ഗ്ലാസ് കട്ടർ ഉപയോഗിച്ചിട്ട് ഒരു അടയാളം ഇങ്ങനെ വലിച്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കയ്യിലെ പവർ കുറഞ്ഞിട്ടൊന്ന് ഗ്ലാസിൻ്റെ നടുവിലേക്ക് എങ്ങാനും വലിഞ്ഞാൽ ആ ഒരു ഗ്ലാസ് കട്ട് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് കുളമായി. പിന്നെ നമുക്ക് ആ ഒരു ഗ്ലാസ് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് കട്ട് ചെയ്യുമ്പോൾ എന്തായാലും കണ്ണട ഉപയോഗിക്കുക. കണ്ണിലേക്കൊക്കെ ഇത് തെറിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അതേപോലെ അടിയിൽ നിന്ന് മുട്ടിക്കൊടുക്കുമ്പോൾ ആ ഒരു പീസ് തെറിച്ചിട്ട് കണ്ണിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളത് ശ്രദ്ധിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പീസ് കണ്ണിലേക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട്. എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തോ ഭാഗ്യത്തിന് കണ്ണിൻ്റെ സൈഡിലായിട്ട് കൊണ്ടിട്ട് പോയതാണ്, അവിടെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. കയ്യിൽ ഗ്ലൗസും എന്തായിട്ടും ഇടാൻ ശ്രമിക്കുക. എന്തായാലും ഗ്ലാസിൻ്റെ പൊടിയൊക്കെ കൈക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന ഈ ഒരു ഗ്ലാസ് ചുരുങ്ങിയത് ഒരു 4-5 വർഷം പഴക്കം എന്തായിട്ടുണ്ട്. നമ്മുടെ ഒരു പണിസ്ഥലത്തുണ്ടായ ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ഇത് പഴയ ഗ്ലാസും സിമ്പിളായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് കട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു അക്വേറിയത്തിൽ നമ്മുടെ ബെറ്റാ ഫിഷിനെ സെപ്പറേറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇടുന്നതായിരിക്കും. നമ്മുടെ അക്വേറിയത്തിന് വേണ്ടിയിട്ട് ഗ്ലാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് വരച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ കൈ പെട്ടെന്ന് മുറിയും. അപ്പോൾ ആ ഒരു എഡ്ജൊക്കെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിന് ശേഷം മാത്രം അക്വേറിയം ഉണ്ടാക്കുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു അക്വേറിയം ഉണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക.